ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 എഴുതുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാര്യം നിങ്ങൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എക്സാം വരുന്നു, എക്സാം ജയിക്കുമോ തോക്കുമോ എന്നുള്ള ഭയം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ മെയിൻസിന് പഠിക്കാൻ നമുക്ക് സമയം കുറവാണല്ലോ. കാര്യം സ്റ്റേജ് 1 and 2 ഒക്കെ ഉള്ള ടീംസ് ഇപ്പോൾ ഓൾറെഡി മെയിൻസ് പഠിച്ച് കാണുമല്ലോ. ഈ രീതിയിലുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. എല്ലാ പരീക്ഷയിലും ഫീസ് നടത്തുന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയിലും മൂന്നാമത്തെ ഘട്ടം എഴുതുന്ന സ്റ്റുഡൻസും റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ലെവലിൽ വരാറുണ്ട്. അവരൊന്നും ഈ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് അവരുടെ സ്റ്റഡീസ് കുളവാക്കാറില്ല. ഇപ്പം നാളത്തെ പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് 3 എഴുതാൻ പോകുമ്പോൾ ഒരു ഒറ്റ കാര്യം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. എക്സാം ഹോളിൽ കയറി കുറേ സമയം എന്തായാലും പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരെ. അത്രയും സമയം നിങ്ങൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യമായിരിക്കണം. പ്രിലിംസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ഈസി ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജ് 1 and 2 പ്രശ്നമായിരിക്കും, നോർമലൈസേഷൻ നടക്കും എന്നുള്ള അസ്ഥാനത്തെ ചിന്തകൾ മാറ്റിവെക്കുക. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ പാസ്സാവും. വേറെ ഒരു കാര്യത്തിനോട് പ്രസക്തിയില്ല. ഓവർ തിങ്കിങ് ചെയ്ത് ചളമാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഓവർ തിങ്കിങ് കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എക്സാം ഹോളിൽ കയറിയിട്ട് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ധാരാളം ക്ലാസ്സുകൾ ചെയ്യുന്നു. അതൊക്കെ ഒരാവർത്തി കൂടി ഇതൊന്ന് കാണുക. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതോടൊപ്പം ഈ ഒരു വിഷ്വലൈസേഷൻ കൃത്യമായിട്ടും ചെയ്യണം. വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതല്ലേ. പിന്നീട് വെള്ളം കുടിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില എക്സാം ഹോളിൽ ഈ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എഴുതാനോ വരയ്ക്കാനോ ഇപ്പം സമ്മതിക്കാറില്ല. അത് സാരമില്ല, നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടി അതൊക്കെ എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെട്ടി മൈൻഡിൽ തന്നെ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നാളത്തെ പരീക്ഷ പോയി എഴുതുക. നാളത്തെ എക്സാം നിങ്ങൾക്ക് ഉള്ളൊരു അവസരമാണ്. നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയോ ഒരു ഇഷ്യൂ ഒന്നും അല്ല നാളത്തെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ സ്വപ്നങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണത്. ആ രീതിയിലാണ് നോക്കി കണ്ടാൽ മതി. നാളത്തെ എക്സാം കൂളായിട്ട് നിങ്ങൾക്ക് പോയി എഴുതാൻ സാധിക്കും. സോ ഈ ഒരു മൈൻഡ് സെറ്റിൽ വളരെ പോസിറ്റീവായിട്ട് എക്സാം എഴുതും, ക്രാക്ക് ചെയ്യുമെന്ന് ഉറപ്പിക്കാനായിട്ട് ഇപ്പം തന്നെ കമന്റിൽ വിൻ ജയിക്കും എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.